ഹായ് ഫ്രണ്ട്സ്, അദ്വൈതം വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ്. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ പാമ്പൻ ഐലൻഡിന് തെക്കുകിഴക്കേ അറ്റത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി. ഈ കാണുന്ന സ്ഥലത്തിലെ മറുവശത്ത് ബീച്ചാണ്. ആ ബീച്ചിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേ ടെമ്പററി ഷോപ്സ് ഉണ്ടാകും. ഇവിടെ സ്ഥിരമായിട്ട് ആൾതാമസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴയ ധനുഷ്കോടിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഷോപ്സിൽ കുറേ ശംഖ് കൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് കാണാൻ സാധിക്കും. എല്ലാ കടകളും ഓല കൊണ്ട് ഉണ്ടാക്കിയതാണ്. ടെമ്പററി സെറ്റപ്പ്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു പഴയ പള്ളിയുടെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. 1964 രാമേശ്വരം ചുഴലിക്കാറ്റിൽ ഈ പട്ടണം നശിച്ചു. അതിനുശേഷം ജനവാസമില്ലാതെ തുടരുന്നു. 1964 ഡിസംബർ 22 അർദ്ധരാത്രിയുണ്ടായ ചുഴലിക്കാറ്റ് ധനുഷ്കോടി ആകെ തകർത്തെറിഞ്ഞു. പണ്ട് ആൾക്കാർക്ക് ശ്രീലങ്കയിലേക്ക് പോകാൻ ട്രെയിൻ ഉണ്ടായിരുന്നത് ഈ പട്ടണത്തിലായിരുന്നു. ഇവിടെ നിന്ന് ശ്രീലങ്കയിലെ തലൈമനാറിന് ഏകദേശം 24 കിലോമീറ്റർ ദൂരമുള്ളൂ. പണ്ട് രാമേശ്വരത്തേക്കാൾ ഡെവലപ്ഡ് ആയിട്ടിരുന്നത് ധനുഷ്കോടിയായിരുന്നു. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ ഓഷ്യനും മിക്സാകുന്ന ധനുഷ്കോടിയിൽ നിന്നായിരുന്നു. ബംഗാൾ ഉൾക്കടൽ പൊതുവെ ശാന്തമാണ്. ഈ കാണുന്നതാണ് ബീച്ച്. ഈ കടലിൽ നിന്നാണ് ഈ നഗരത്തെ നശിപ്പിക്കാനുള്ള ആപത്ത് ഉത്ഭവിച്ചത്. ഏകദേശം 1800ഓളം പേർ മരിക്കുകയും 3000ഓളം പേർ ഇവിടെ നിന്നും കാണാതെയായി. ഓരോ കെട്ടിടങ്ങളിലെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. മദ്രാസ് സർക്കാർ ഈ സ്ഥലത്തെ വാസയോഗ്യമല്ല എന്ന് മുദ്രകുത്തുകയും പതുക്കെ ഇവിടുത്തെ ആൾക്കാർ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഞാനിവിടെ ഒരു ഓതിരം അറിയട്ടെ. കടലിൻ്റെ തിര ഇവിടെ എത്രമാത്രം നാശമാക്കിയെന്ന് കണ്ടോ? പണ്ടുകാലത്ത് ചുടുകെട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണിത്. ആ ഇഷ്ടികൾക്കൊന്നും കാര്യമായിട്ടുള്ള നാശമുണ്ടായിട്ടില്ല. സിമെൻറ്റ് കുറച്ച് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഗോസ്റ്റ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കരണ്ടും കാര്യങ്ങളൊന്നുമില്ല. മൊബൈലൊന്നും റേഞ്ചും ഇല്ല. ഇവിടുത്തെ കടക്കാർ സോളാറും ബാറ്ററിയും ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വയ്ക്കാലോ. ഇതിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നു. ആ പഴയ പട്ടണത്തിലെ കസ്റ്റംസ് ഓഫീസ്, ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, ഫിഷറീസ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ എല്ലാം അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. നമ്മൾ നേരത്തെ കണ്ട പള്ളിയുടെ ഉൾഭാഗമാണിത്. ഇതാണ് പള്ളിയുടെ അൾത്താര. ഇതിൻ്റെ ഉള്ളിലേക്ക് ടൂറിസ്റ്റുകളെ കയറ്റാറില്ല. പള്ളിക്ക് ചുറ്റും ഒരു വേലി പോലെ കെട്ടിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരാണ് ഈ പള്ളിയെ നിർമ്മിച്ചത്. ഇതാണ് ഓട്ടോമാറ്റിക് വാട്ടർ. ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിന് ഉപ്പിൻ്റെ അംശമില്ല എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്.
ഫ്ലോട്ടിംഗ് സ്റ്റോൺ. ഈ കല്ല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഈ കാണുന്നതാണ് ഇന്ത്യയുടെ ലാസ്റ്റ് റോഡ്. അതായത് ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷനും മെർജാകുന്ന സ്ഥലത്ത് ഈ റോഡ് സ്റ്റോപ്പാകും. വലത്തെ വശത്ത് കാണുന്ന കടൽ ഭയങ്കര അഗ്രസീവാണ്. ഇടത്തെ വശത്ത് കാണുന്ന കടൽ ഭയങ്കര കാമാണ്. വണ്ടിയുടെ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. ഇതാണ് ആ റോഡ് തീരുന്ന സ്ഥലം. Indian Ocean. The Bay of Bengal. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.